ക്ഷണിച്ചു കൊടുക്കും. ഇന്നൽ ഹംദലില്ലാ ഖാലിഖിസ് സമാവാതി വൽ അർദ് വജാഇലിൽ ളുലുമാതി വൻ നൂർ വഫാലിഖിൽ ഹബ്ബി വൻ നവ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടു കൂടിയും അതിരറ്റ സന്തോഷത്തോടു കൂടിയുമാണ് അല്പസമയം ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മഹല്ലുകളുടെ പ്രശ്നത്തെക്കുറിച്ചും പ്രതിവിധിയെക്കുറിച്ചും നടക്കുന്ന ഈ ചർച്ച മുസ്ലിം സമുദായ ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹല്ലുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നത് ഉമ്മുൽ ഖുറയാണ്. ഉമ്മുൽ ഖുറ എന്നാൽ ഗ്രാമങ്ങളുടെ മാതാവായ ഗ്രാമം, അല്ലെങ്കിൽ പട്ടണങ്ങളുടെ മാതാവായ പട്ടണം. മക്ക, മക്കയുടെ കേന്ദ്രമായി നിലനിൽക്കുന്നത് കഅബാലയം. കഅബാലയം എന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങുമുള്ള പള്ളികളുടെ ഖിബിലയായിട്ടുള്ള പള്ളിയാണ്, കേന്ദ്രമായിട്ടുള്ള പള്ളിയാണ്. ഈ കഅബാലയത്തെ സംബന്ധിച്ച് കഅബാലയത്തിന്റെ ചുമരുകൾ പടുത്തുയർത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാമിനും പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനും ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കഅബയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗ്രാമമായ മക്കയെ സംബന്ധിച്ചും അവർക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം അവരിരുവരുടെയും പ്രാർത്ഥനയിൽ തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉമ്മുൽ ഖുറയുടെ മാതൃക സ്വീകരിക്കുന്ന മഹല്ലുകൾ, നമ്മുടെ എല്ലാവരുടെയും ഖിബലയായ പള്ളി കഅബയുടെ മാതൃക സ്വീകരിക്കുന്ന പള്ളികൾ ഏതു രൂപത്തിലായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാകാൻ ആ പ്രാർത്ഥനകളിലൂടെ മാത്രം നമ്മൾ കണ്ണോടിച്ചാൽ മതി. എനിക്ക് ലഭ്യമായിട്ടുള്ള ചെറിയ സമയം ആ പ്രാർത്ഥനകൾ മുഴുവൻ ഇവിടെ ഉദ്ധരിക്കാനും അത് വിശദീകരിക്കുവാനുമുള്ള സമയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടു കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഈ ഭവനത്തിന്റെ നാഥന് അവർ ഇബാദത്ത് ചെയ്യട്ടെ. ആ നാഥൻ അവർക്ക് വിശപ്പിൽ നിന്ന് മോചനം നൽകി ഭക്ഷണം നൽകിയിരിക്കുന്നു. ഭയത്തിൽ നിന്ന് മോചനം നൽകി നിർഭയത്വം നൽകിയിരിക്കുന്നു. ഖൗഫും ജൂഉമില്ലാത്ത ഒരു ലോകം, അങ്ങനെയുള്ള ഒരു ലോകവും അതിന്റെ ഭാഗമാണ്. ലോകവും എന്ന് ഞാൻ പറയാൻ കാരണം, പള്ളികളുടെ ലക്ഷ്യം എന്താണ്? അത് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണത്. അവിടെ വന്ന് താമസമാക്കിയത് മുതൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. പടച്ചവനെ, ഞങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം. നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണം. ഞങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകളെയും നീ മുസ്ലിങ്ങളാക്കണം.
ഞാനിവിടെ വരെ താമസിപ്പിച്ചത് പടച്ചവനെ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതിനവർക്ക് കഴിയണം. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ നമസ്കരിക്കുക എന്നത് പള്ളിയുടെ ചുമതലയാണ്. അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് പള്ളിയുടെ ഏർപ്പാടാണ് എന്നതോടൊപ്പം ഒരു മഹല്ലിന് കേന്ദ്രമായി നിൽക്കുന്ന പള്ളി ആളുകൾക്ക് ജോഴിൽ നിന്നും ഖൗഫിൽ നിന്നുമുള്ള സംരക്ഷണം നൽകണം. ഇതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത്, മഹല്ലുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ രണ്ട് ലക്ഷ്യവും ഒരേ സ്വഭാവത്തിൽ നിർവഹിക്കപ്പെടുമ്പോഴാണ് മഹല്ലുകൾ അർത്ഥവത്താകുന്നത്. അതിന് നമുക്ക് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരു ഉമ്മത്തായിട്ട് നമ്മളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഹുവ ജിതബാക്കും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, നിങ്ങൾക്ക് നേരത്തെയുള്ള വേദഗ്രന്ഥങ്ങളിലും ഈ വേദഗ്രന്ഥത്തിലും മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ആ അള്ളാഹു തന്നെ ഈ സമുദായത്തിന് ഒരു ലക്ഷ്യം നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ ലക്ഷ്യം പല സ്വഭാവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങളുടെ ബാധ്യത നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു ആശയമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, മുസ്ലിം ഉമ്മത്തിനോട് പറയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായമാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായമല്ല, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായമാണ്. നിങ്ങളുടെ നിയോഗം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ത്യയിൽ നിങ്ങൾ 85 ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ ഈ 85 ലക്ഷം ആളുകളെ പടച്ചവൻ നിയോഗിച്ചിട്ടുള്ളത് ഈ 85 ലക്ഷം ആളുകളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയോ നിങ്ങളുടെ അസ്തിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയോ അല്ല, മറിച്ച് നിങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന ദൗത്യം എന്താണ്? മെസ്സേജ് എന്താണ്? നിങ്ങളുടെ ഒരു റിസാല അതെന്താണ്? അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അപ്പൊ ജീവിതത്തിന്റെ ഏത് ചെറിയ ഒരു ഭാഗത്ത്, ഒരു രാജ്യത്താകട്ടെ, ഒരു സംസ്ഥാനത്താകട്ടെ, ഒരു ഭൂഖണ്ഡത്തിലാകട്ടെ, ഒരു മഹല്ലിലാകട്ടെ, ഒരു മുസ്ലിം സമൂഹം അധിവസിക്കുന്നുണ്ടെങ്കിൽ ആ മുസ്ലിം സമൂഹത്തിന്റെ ലക്ഷ്യം ഉഖ്രിജത്ത് ലിന്നാസ്, ആ പ്രദേശങ്ങളിലെ ജനസമൂഹങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ആ ജനസമൂഹങ്ങളിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? ഉപ്പ് തന്നെ ജീർണിച്ചു പോയാൽ എന്ത് ചെയ്യും? വേലി തന്നെ വിളതിന്നാൽ ഒരുങ്ങിയാൽ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രബന്ധ അവതരണത്തിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ എന്തൊക്കെ തിന്മകൾക്കെതിരായിട്ടാണ് നാം നിലകൊള്ളേണ്ടത് എന്ന് അക്കമിട്ട് നമ്മുടെ പ്രബന്ധത്തിൽ നിരത്തിയിട്ടുണ്ട്. ഞാൻ പ്രബന്ധത്തിൽ നിരത്തിയിട്ടുള്ള ഓരോ കാര്യത്തെയും എടുത്ത് അടിവരയിട്ട് പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. അവയെ മുഴുവൻ അംഗീകരിക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം എന്ന് ആഹ്വാനം ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു ഘടനയനുസരിച്ച് ഏതെങ്കിലും ഒരു മഹല്ലിൽ മാത്രം ഈ പരസ്പര സഹകരണം യോജിച്ചുള്ള കാര്യം നിർവഹിച്ച് പൂർത്തീകരിക്കാൻ കഴിയില്ല. പല മഹല്ലുകളിലും അത്തരത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അവ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത് ഫലപ്രദമായി നടപ്പാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളാടിസ്ഥാനത്തിൽ വ്യത്യസ്ത മതസംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മഹല്ലുകൾക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയില്ല.
ഇതിനെക്കുറിച്ച് കേരളത്തിൽ ആലോചന നടന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വിവിധ സന്ദർഭങ്ങളിൽ ആലോചനകൾ നടന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മുജാഹിദുകൾ ഒരു സമയത്ത് പെരുന്നാൾ ആഘോഷിക്കും. അതിന്റെ തലേ ദിവസമോ പിറ്റേ ദിവസമോ ആയിരിക്കും സുന്നികൾ പെരുന്നാൾ ആഘോഷിക്കുക. ഇത് കുറച്ച് വർഷങ്ങളിൽ തുറന്നു വന്നു. ഒരു ഘട്ടത്തിൽ മറ്റൊന്ന് സംഭവിച്ചു. പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായി. അവരിൽ ഒരു കൂട്ടർ ഒരു ദിവസം പെരുന്നാൾ ആഘോഷിച്ചു, മറ്റൊരു കൂട്ടർ മറ്റൊരു ദിവസം പെരുന്നാൾ ആഘോഷിച്ചു. ഇത് എറണാകുളത്തും മറ്റുമൊക്കെയുള്ള ഉൽപ്പതിഷ്ണുക്കളായ പുരോഗമനവാദികളായ ആളുകളിൽ വലിയ അസ്വാരസ്യമുണ്ടാക്കി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവർക്ക് വലിയ ഐക്യതയുണ്ടായി. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിവിധ സംഘടനാ നേതാക്കളെ സമീപിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ പെരുന്നാൾ വ്യത്യസ്ത ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് മഹല്ലിൽ. അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം അവർ രേഖപ്പെടുത്തി. എല്ലാ മുസ്ലിം സംഘടനകളും ആ വിഷയത്തിൽ ഒരുമിച്ച് നിന്നു. അങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ മനസ്സിലായി, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് വിശാലമായ അജണ്ടയോടുകൂടിയുള്ള ഒരു ഐക്യം. അങ്ങനെയാണ് മുസ്ലിം സൗഹൃദ വേദി എന്ന ഒരു സൗഹൃദ വേദി കേരളത്തിൽ ജന്മം കൊണ്ടത്. ആ സൗഹൃദ വേദിയുടെ കാലത്ത്, അത് നിലനിന്നിരുന്ന കാലത്ത് മുസ്ലിം സമൂഹത്തിന് അതിനോട് ആഭിമുഖ്യവും വലിയ സ്നേഹവുമായിരുന്നു. ആ ഇടയിലാണ് ഒരു ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം കരിപ്പൂര് വെച്ച് നടക്കുന്നത്. അത് ബഹുമാന്യനായ ശിഹാബ് തങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. AP അബൂബക്കർ മുസ്ലിയാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സദസ്സിൽ. അപ്പൊ പിന്നിൽ നിന്നുണ്ട് ഒരു പ്ലേറ്റ്, കാരക്കയുടെ ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വരുന്നു. അതെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഓരോ കാരക്ക എടുത്ത് തിന്നാൻ തുടങ്ങി. ശിഹാബ് തങ്ങളാണെന്ന് തോന്നുന്നു ഒരു കാരക്ക എടുത്ത് ഒരു കീറ് കാന്തപുരത്തിന് കൊടുത്തു. രണ്ടുപേരും കൂടി തിന്നു. ഞാനിങ്ങനെ സദസ്സിലേക്ക് ഇപ്പൊ നിങ്ങൾ നോക്കി നിൽക്കുന്നത് പോലെ നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കരമായ ആവേശം. അതായത് മുസ്ലിം ഐക്യം പൂത്തുലഞ്ഞു കാണുന്നത് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ആ ഐക്യം ശരിക്ക് വന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ചില കാരണങ്ങളാൽ ആ ഐക്യശ്രമത്തിന് ചില തകരാറുകൾ സംഭവിച്ചു. എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായിട്ട് നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, സുന്നികളിൽ ചില വിഭാഗങ്ങൾക്ക് ഈ ഐക്യം പൂർണ്ണമായ അർത്ഥത്തിൽ നീണ്ടുപോകുന്നതിൽ താല്പര്യമില്ല. അവര് ആദ്യം സുന്നി ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കാം, പിന്നീട് മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തീർച്ചയായും അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സുന്നികളിലെ ഐക്യം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന്റെ ഒരു ഘട്ടമാണ്. അതാണ് ആദ്യം സാധിക്കുന്നത് എങ്കിൽ അതിന് തന്നെയാണ് നാം മുൻഗണന നൽകുന്നത്. മുസ്ലിം ഐക്യം രണ്ടാമതെടുത്താലും മതി. അതുപോലെ മുജാഹിദ് സമുദായത്തിൽ ഭിന്ന വീക്ഷണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ സംഘടനയും പിളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുജാഹിദ് സംഘടനക്കിടയിലുണ്ടായിട്ടുള്ള പിളർപ്പ് ഒഴിവായി തീരുകയും അത് ഒന്നായി തീരുകയും ചെയ്യുകയാണെങ്കിൽ അതും മുസ്ലിം ഐക്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. മുസ്ലിം ഐക്യം എന്നതും അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. മുസ്ലിം ഐക്യം സാധിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൽ വ്യത്യസ്ത മതസമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്ന് പറയുന്ന ഒരാശയവും കൂടി നമുക്ക് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സുന്നി ഐക്യവും മുജാഹിദിന്റെ ഒരു ഭാഗമാണ്. മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് മൊത്തം കേരളീയ സമൂഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരു ഘട്ടമാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായി നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് എന്ന് നമ്മൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷേ ആ വിഷയത്തോടു കൂടി സൗഹൃദ വേദി എന്ന് പറയുന്ന വേദി സ്തംഭിച്ചു പോയി. എന്നാൽ സൗഹൃദത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സ്തംഭിച്ചു പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനുശേഷം തന്നെ വിവിധ പരിപാടികളിൽ ഈ സംഘടനാ നേതാക്കളെല്ലാം ഒരുമിച്ചിരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളും ഒക്കെ ഒരുമിച്ചിരുന്ന എത്രയോ വേദികൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നു. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ചേർന്നു.
പാഠപുസ്തകം മതമില്ലാത്ത ജീവൻ എന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നു. അതിനുശേഷം അടുത്ത കാലത്ത് മുസ്ലിം പണ്ഡിതന്മാർ എല്ലാവരും കൂടി ജസ്റ്റീഷ്യ എന്ന പേരിൽ ഒരു സംഘടന സംഘടിപ്പിച്ച പരിപാടി. അത് മുസ്ലിം വ്യക്തി നിയമത്തെ ഒന്ന് കോഡിഫൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. എല്ലാ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളും ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഇഫ്താർ പാർട്ടികളിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരാറുണ്ട്. അവിടെ കോഴി ബിരിയാണി തിന്നൽ മാത്രമാണ് ജോലി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽ സൽക്കാരപ്രിയം വളരെ കൂടുതൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കോഴി ബിരിയാണിയും ഉണ്ടാകും. പക്ഷെ കോഴി ബിരിയാണി അവിടുത്തെ മുഖ്യ അജണ്ട ഒന്നുമല്ല. അവിടുത്തെ അജണ്ട യഥാർത്ഥത്തിൽ മുസ്ലിം ഐക്യം എന്ന അജണ്ടയാണ്. മുസ്ലിം സൗഹൃദവേദി എന്ന ഒരു വേദി നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അത് പരാജയപ്പെട്ടു എന്നതിനേക്കാൾ ഈടു നിൽക്കുന്ന കാര്യം അത് നിലനിന്നിരുന്ന അന്നത്തെ അടുപ്പമാണ് ഇന്ന് മുസ്ലിം നേതാക്കന്മാർ തമ്മിലുള്ളത്. പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറാനും പരസ്പരം എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഉടനെ ഫോൺ എടുത്ത് വിളിക്കാനും ഒക്കെയുള്ള ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം സുന്നി മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിൽ വളർന്നു വരാൻ അന്നത്തെ ആ സൗഹൃദവേദി കാരണമായിട്ടുണ്ട്. സൗഹൃദവേദി നിന്നുപോയെങ്കിലും ആ സൗഹൃദവേദിയുടെ ഇമ്പാക്ട്, അതിന്റെ ഒരു എഫക്റ്റ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഇനി എപ്പോഴെങ്കിലും ആ സൗഹൃദവേദി ഉയർത്തെഴുന്നേൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ മാത്രമുള്ള ഒരു മാനസികാന്തരീക്ഷം സൃഷ്ടിക്കുവാനും സൗഹൃദവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഇഫ്താറുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതെനിക്ക് തോന്നുന്നത് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ആളാണ് അത് കാര്യമായിട്ട് രസകരമായി ഉന്നയിച്ചത്. അല്ല ചങ്ങാതിമാരെ, നിങ്ങൾ ഈ മാസപ്പിറവിയെ കുറിച്ച് ചിന്തിച്ചു? മാസപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രപരമായി എന്തെങ്കിലും യോജിപ്പുള്ളത് കൊണ്ടല്ല ഇപ്പോൾ ഒരു പെരുന്നാളും ഒരു നോമ്പുമായിട്ട് ഇപ്പോൾ നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിവിധ സമൂഹങ്ങൾ, നമ്മുടെ വിവിധ ഖാദിമാർ, അവർ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും കാണിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു നോമ്പും ഒരു പെരുന്നാളുമായി നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നത്. അല്ലാതെ കർമ്മശാസ്ത്രം നമ്മൾ ആരും മാറ്റിയത് കൊണ്ടല്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, മാസപ്പിറവിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ദിവസപ്പിറവിയുടെ കാര്യം ഒന്ന് ചർച്ച ചെയ്യാമല്ലോ. ഇസ്ലാമിന്റെ കണക്കനുസരിച്ച് ദിവസം പിറക്കുന്നത് മഗ്രിബിനാണ്. ചിലയിടത്ത് 6:22 ഒരു പള്ളിയിൽ ദിവസം പിറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ 6:29 ദിവസം പിറക്കുന്നത്. അപ്പൊ മാസപ്പിറവി ഏകീകരിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് ദിവസപ്പിറവി ഏകീകരിച്ചുകൂടാ എന്നൊരു ചോദ്യമുണ്ടായി. ആ ചോദ്യവും അതിനു മുമ്പുണ്ടായിട്ടുള്ള ചർച്ചകളും ഒക്കെ പ്രേരണയായി സ്വീകരിച്ചുകൊണ്ട് MSSന്റെ നേതൃത്വത്തിൽ ആ ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇഫ്താർ സദസ്സിൽ ചെന്നാൽ ഇത് സൃഷ്ടിക്കുന്ന വൈക്ലഭ്യം പറഞ്ഞറിയിക്കാൻ വയ്യ. ചിലപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ടാവും സദസ്സിൽ. ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് തുറക്കുക എന്ന് പറയുമ്പോൾ മറ്റേ ആൾ പറയുന്നു ഇല്ല, അത് മുജാഹിദ് ബാങ്കാണ് എന്ന് പറയുന്നത് മുസ്ലിം അല്ലാത്ത ഒരാൾ കൂടി കേൾക്കുകയാണ്. ഇത് വളരെ വിഷമകരമായ ഒരു സംഗതി ആയതുകൊണ്ട് അതിൽ കൂടി നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മാത്രമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ആ വിഷയത്തിലില്ല. അപ്പോൾ നമുക്ക് ഏകീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഏകീകരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് എന്റെ ഭാഗത്ത് നിന്ന്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വളരെ ഹൃദയപൂർവ്വം നിങ്ങളെ അറിയിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കർമ്മശാസ്ത്രപരമായ ഭിന്നതകളിൽ നമ്മുടെ അനുയായികൾക്ക് നമ്മൾ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നൽകേണ്ടതായി വരും. അത് ഇമാമിയങ്ങൾക്കുള്ള കാഴ്ചപ്പാട് മാത്രം മതി. ഈ വിഷയത്തിൽ ഞാൻ പറയുന്നതാണ് ശരി, പക്ഷേ എന്റെ സഹോദരൻ പറയുന്നതും ശരിയാകാനുള്ള സാധ്യതയുണ്ട്. എന്റെ സഹോദരൻ പറയുന്നത് തെറ്റാണ്, പക്ഷേ അത് ശരിയാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന ഒരു സാധ്യതയുടെ, ഒരു പോസിബിലിറ്റിയുടെ ഒരു വാതിൽ തുറന്നിട്ടാൽ മാത്രമേ നമുക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ഐക്യപ്പെടാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സംഘടനാ തലങ്ങളിൽ നമ്മൾ 2 കാര്യങ്ങളെ നമ്മുടെ മുഖ്യധാരയ്ക്ക് പുറത്തു നിർത്തണം. ആ 2 കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് സമ്പത്തിന്റെ സ്വാധീനം.
രണ്ടാമത് അധികാരം, അധികാരത്തെ സംബന്ധിച്ചുള്ള ചിന്തയും അധികാരവാഞ്ചയും. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ലേശം മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ സംഘടനാപരമായിട്ടുള്ള തകർച്ചയിൽ നിന്നും പിളർപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് കാരണങ്ങളാലാണ് പലപ്പോഴും പിളർപ്പുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മളെല്ലാവരും സൂക്ഷ്മത പുലർത്തേണ്ട കാര്യം തന്നെ. ഞാനും സൂക്ഷ്മത പുലർത്തണം, നിങ്ങളും സൂക്ഷ്മത പുലർത്തണം. ഇത് രണ്ടുമാണ് പലപ്പോഴും പിളർപ്പ് കടന്നു വരാനുള്ള വഴി. പക്ഷെ പിളർപ്പ് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ആ പിളർപ്പിൽ ആപ്പിറക്കുന്ന മാതിരി വലിയ സൈദ്ധാന്തിക പ്രശ്നങ്ങൾ, വലിയ ആദർശ പ്രശ്നങ്ങൾ കടന്നു വന്ന് ഇതിനെ രണ്ടും അകറ്റി മാറ്റും എന്നുള്ളതാണ്. ഒന്ന് ആദർശ വ്യതിയാനം എന്ന് പറയും, വേറെ ഒന്ന് ആദർശത്തിൽ നിന്നുള്ള പിന്മാറ്റം എന്ന് പറയും. ചിലപ്പോൾ പുത്തൻ പ്രസ്ഥാനം ഒന്ന് മറ്റൊന്നിനെ ആക്ഷേപിക്കും. അങ്ങനെയുള്ള അകൽച്ചകൾ വരുന്നത് പലപ്പോഴും ഈ വഴികളിലൂടെ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുമ്പോഴാണ്. ഇതിലും നമ്മൾ എല്ലാവരും വളരെയധികം സൂക്ഷ്മത പാലിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് നേരത്തെ ബീരാൻകുട്ടി സാഹിബ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഇപ്പോൾ ഹൈക്കോർട്ടിന്റെ പരിഗണനയിലുണ്ട്. ഈ ഹൈക്കോർട്ടിന്റെ പരിഗണനയിലുള്ള ഈ കേസിൽ വാദം കേൾക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഒരു ഉത്തരവ് ഇറക്കി. അത് രേഖാമൂലമുള്ള ഉത്തരവല്ല, ഓറൽ ആയിട്ടുള്ള ഒരു വിവരമാണ്. അത് കിട്ടിയ ആ തക്കം നോക്കി നമ്മുടെ ഹോം മിനിസ്ട്രിയുടെ അണ്ടർ സെക്രട്ടറി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി കൊടുത്തു. ആ അഫിഡവിറ്റിൽ പറയുന്ന കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ നിയമവിരുദ്ധമായിട്ടുള്ള, ദേശവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്തിയതിന് തെളിവില്ല. പക്ഷേ ഇവരുടെ പുസ്തകങ്ങൾ വളരെ അപകടം നിറഞ്ഞ പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് 14 ബുക്കുകൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ 14 ബുക്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതാണ് കൗതുകമുള്ള വിഷയം. ഒന്ന്, ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവരാണ്. അത് ഇന്ന പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ആ പുസ്തകം നിരോധിക്കണം. രണ്ടാമത്തത്, ഇവരുടെ വാദം യേശു ദൈവപുത്രനല്ല എന്നുള്ളതാണ്. ഇന്ന പുസ്തകങ്ങളിലാണ് അത് പറയുന്നത്, അത് ക്രൈസ്തവ സമൂഹത്തിന് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ആ പുസ്തകം നിരോധിക്കണം. രാംപുനിയാരിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, ഏതോ ഒരു ഉദ്ധരണിയാണ്, അദ്ദേഹം ആരുടേതോ ഉദ്ധരിച്ചതാണ്. ഗാന്ധിജിയെ നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. രാജ്യം 1947 ശേഷമുണ്ടായതാണ് എന്ന് ചിലപ്പോൾ വന്നുപോകും. അതുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൈതൃകങ്ങളെ നാം മറന്നുപോവുകയാണ് ചെയ്യുന്നത് എന്ന ഒരു പരാമർശം ആ പുസ്തകത്തിൽ രാംപുനിയാനി വേറെ ആരുടേതോ ആയിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകമുണ്ട്, അത് നിരോധിക്കണം. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നിരോധിച്ചുകൊണ്ട് ഉള്ള ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. നമ്മുടെ കേരള ഗവൺമെന്റിന് അതിന്റെ ഒരു അണ്ടർ സെക്രട്ടറിക്ക് ഇസ്ലാമിന്റെ മൗലികമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീവ്രവാദമാണെന്നും ആ തീവ്രവാദം ഉള്ളത് കൊണ്ട് ആ പുസ്തകങ്ങൾ നിരോധിക്കണമെന്നും പറയുവാനുള്ള ഒരു അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അവസ്ഥ എങ്ങനെ വന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള ഇസ്ലാം പേടി എന്ന് പറയുന്ന ഒരാശയം കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കേരളത്തിൽ എങ്ങനെയാണ് മീഡിയ അത് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുക. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഇരയാണ് എന്നാണ്. മുസ്ലിം ലീഗിന് പോലും മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഉന്നയിക്കാൻ സാധ്യമല്ലാത്ത വിധം
ഒരു മുസ്ലിം വിരുദ്ധ മനസ്സ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അത് കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല, മറിച്ച് അത് ആഗോളതലത്തിൽ രൂപീകരിക്കപ്പെട്ട ഇസ്ലാം ഫോബിയുടെ ഭാഗമാണ്. ഇവിടെ നമ്മുടെ മുമ്പാകെ ഒരു ചോദ്യം നിലനിൽക്കുന്നു. നാം ഏതിന്റെ പക്ഷത്ത് നിൽക്കണം എന്ന ഒരു വിഷയം നിലനിൽക്കുന്നു. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ ഉണർന്നു ചിന്തിക്കുകയും നമ്മൾ ചെറിയ കാര്യങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അതേ അവസരത്തിൽ തന്നെ മുസ്ലിം വിരുദ്ധമായ ഒരു മനസ്സ് പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കണം. അതിനുകൂടി പരിപാടികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സന്നദ്ധതയുണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാണ്. മുസ്ലിം മഹല്ല് പ്രശ്നങ്ങൾ പ്രതിനിധികൾ തന്റെ ചെറുകിയ വാക്കുകൾ കൊണ്ട് ഈ സംഗമം ധന്യമാക്കിയ ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി സാഹിബിന് ഈ സംഘടനയുടെ ആദരവും കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ സംഗമത്തിൽ ഒരു ഗാനമാണ്. ഗാനം ആലപിക്കുന്നത് ഹാദി ഹാസിം കണ്ണൂർ. ഗാന